ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ഇതൊരു കുഞ്ഞു കഥയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒന്നുട്ര ഗഡി ഈ ഷോർട്ട് ഫിലിമിൻ്റെ മലയാളം പറഞ്ഞ് പഠിക്കണമെന്ന്. ആ, വേണേൽ അങ്ങനെയും പറയാം. ഇവനാണ് ഈ കഥയിലെ നായകൻ, ജിമ്മിച്ചൻ. ആള് കാണാൻ ജാതി ഗ്ലാമറൊക്കെ കേട്ടാ, പക്ഷെ പറഞ്ഞിട്ടെന്താ, ഓനെ എല്ലാ കാര്യത്തിലും ഒരു പുച്ഛാണ്. ദൈവം അന്ന് കയറിയല്ലോ വാനരപ്പട. ഇവരൊക്കെയാണ് ഇവിടെ ജിമ്മിച്ചൻ്റെ സോൾ ഗഡികൾ. ഇവനാണ് ആരൻ. ഈ കളിക്കുട്ടിയാണ് സ്റ്റിനി. ഇവൻ രഞ്ജിത്ത്. ഇവൻ വിക്ടർ. ഇതാണ് ഇവരുടെ ലോകം. ഇതൊക്കെയാട്ടാ ഇവരുടെ സ്ഥിരം പരിപാടികൾ. ഈ രഞ്ജിത്തിൻ്റെ ആരോൻ്റെ വയറ്റിൽ ഏത് കമ്പനിയുടെ എഞ്ചിനാണോ പിടിപ്പിച്ചിരിക്കുന്നത്? സ്റ്റിനിലാണേൽ കണ്ട ജാനുബാഹു, പക്ഷേ സ്വഭാവം ഉണ്ടല്ലോ, അത് ഈ നേഴ്സറി പിള്ളേരിനേക്കാൾ കഷ്ടമാണ്. വിക്ടറിൻ്റെ കാര്യമാണെങ്കിൽ ഊണിലും ഉറക്കത്തിലും ഫോൺ വേണം. ഫോണിന് ഇവന് ഇരട്ട പറ്റുന്നതാണ് എല്ലാവരും പറയാറ്. വന്നല്ലോ അടുത്ത കക്ഷി. ഇവനാണ് ജെഫിൻ. സ്വന്തമായിട്ട് എല്ലാ ഉണ്ടെങ്കിലും വല്ലവൻ്റെയും ഓസി അടിച്ച് ജീവിക്കണ ഒരു ടീം ഉണ്ടാവുമല്ലോ എല്ലാ ഗ്യാങ്ങിലും. ആ, അങ്ങനെയുള്ള ഒരാളാണ് ഇവൻ. ഈ മരുഭൂമിയിലെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ കുറച്ചെങ്കിലും ആശ്വാസം തരുന്നത് ഇവരുടെ ഒത്തുചേരലാണ്. ഒപ്പം പരസ്പരമുള്ള കളിയാക്കലും ഇണക്കോ പിണക്കോ അങ്ങനെ എല്ലാം ഇവിടെ നടക്കാറുണ്ട്. ഇതാണ് റോബിൻ. കക്ഷിക്ക് വിശപ്പിൻ്റെ അസുഖം ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നേരത്തിന് മുന്നേ തന്നെ പുള്ളിക്കാരൻ മെസ്സോളിന് പുറത്ത് കാവലിരിപ്പാണ്. പിന്നെ ഒറ്റയ്ക്ക് ഇത്ര നേരത്തെ കയറി ചെല്ലാനുള്ള ഒരു മടിയോണ്ട് മാറി നിൽക്കുന്നതാണ് കക്ഷി. എന്താ ചെയ്യാലേ, പാവം. പക്ഷെ ദൈവം സഹായിച്ച് അവന് കമ്പനി കിട്ടി. ഇതാണ് ഇവരുടെ മെസ് ഹോൾ. ഇവർക്ക് വേണ്ട നല്ല ഭക്ഷണം തന്നെ കമ്പനി ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ ജെഫിനും റോബിനും കൂടി കഴിക്കുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. പക്ഷേ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നായകന് എല്ലാത്തിനോടും പുച്ഛാണ്. അതിപ്പോൾ ഫുഡിൻ്റെ കാര്യമാകുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ആസ് യൂഷ്വൽ ഇന്നും നമ്മുടെ ജിമ്മിച്ചന് ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടില്ലേ. മിക്ക ദിവസവും ഇതുപോലെ ഫുഡ് കൊണ്ടുപോയി കളഞ്ഞിട്ട് പട്ടിണി കിടക്കലാണ് ഇവൻ്റെ പ്രധാന പണി. അന്നൊരു വീക്കെൻഡ് ദിവസമായിരുന്നു. പതിവ് പോലെ ഇവിടെ നായകനും കൂട്ടുകാരനും കൂടി ഓഫീസിലേക്ക് ഇറങ്ങി. ഇതാണ് ഇവരുടെ ഓഫീസ്. റൂമിലെ പോലെ തന്നെയാണ് ഇവിടെ. ഇണക്കോ പിണക്കോ കളിയാക്കലോ എല്ലാം ഉണ്ട്. പക്ഷെ വർക്കിൻ്റെ കാര്യത്തിൽ ഇവിടെ പിള്ളേർ ഉഷാറാട്ടോ. അവർ രണ്ടുപേരും സൈറ്റിലേക്ക് വണ്ടി എടുത്ത് പുറപ്പെട്ടു. ഇനിയാണ് ഇവർക്കുള്ള ഒരു പണി വരണത്. വെറും പണിയല്ല, 8ൻ്റെ പണി. അതെന്താണെന്നല്ലേ? അത് നിങ്ങൾ തന്നെ കാണുന്നേ. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ച ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഈ രണ്ടുപേർക്കും. ഫോണിലാണെങ്കിൽ ഒരു തരി റേഞ്ചില്ല, പിന്നെ ചുറ്റിലും ഒരീച്ച കുഞ്ഞില്ല അവിടെ.
ഇവന്മാരുടെ കഷ്ടകാലത്തിന് കുടിക്കാൻ ഇച്ചിരി വെള്ളം പോലും ആ വണ്ടിയിലുണ്ടായിരുന്നില്ല. സംഭവം നടന്നത് വീക്കെൻഡ് ആയതുകൊണ്ടും നമ്മുടെ ജിമ്മിയുടെയും ജെഫിൻ്റെയും കസിൻസ് ഇവിടെ തന്നെ ഉള്ളതുകൊണ്ടും ഇവർ രണ്ടും സിറ്റിയിലേക്ക് പോയിട്ടുണ്ടാവുന്നതാണ് ഇവരുടെ ചങ്ക് ബ്രോസ് കരുതിയത്. പക്ഷേ ശനിയാഴ്ച ആയിട്ടും ഈ രണ്ടുപേരും ഡ്യൂട്ടിക്ക് വരാണ്ടായപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ഓട്ടോമാറ്റിക്കായിട്ട് അന്വേഷണം തുടങ്ങി. ഫോണിൽ റേഞ്ച് ഇല്ലാത്ത കാര്യം നമുക്ക് മാത്രമല്ല അറിയുള്ളൂ, അവർക്കറിയില്ലല്ലോ. അവർ ഓരോരുത്തരും മാറി മാറി വിളിച്ചു നോക്കി. പക്ഷെ എന്ത് ചെയ്യാനാ, നോ രക്ഷ. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ GPS ട്രാക്കറുള്ള ഒരു വണ്ടീനെ കണ്ടുപിടിക്കാനാണോ പാട്? അവരും ആ വഴിക്ക് തന്നെ അന്വേഷിച്ചു. അതുവഴി ഈ കാണാതായവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുകയും ചെയ്തു. രണ്ട് ദിവസത്തെ പട്ടിണി അത് നമ്മുടെ ജിമ്മിച്ചിനെയും ജെഫിനെയും വല്ലാണ്ട് തളർത്തിയിരുന്നു. അടുത്ത ദിവസം, അതായത് സൺഡേ, ജിമ്മിച്ചൻ തൻ്റെ ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ ഓർത്ത് ഒന്ന് അയവിറക്കി. ഒപ്പം അന്ന് ആദ്യമായിട്ട് ആ പ്ലേറ്റിലെ ഭക്ഷണം മുഴുവൻ അവൻ കഴിച്ചു. നിർത്ത്. അതെ, എൻ്റെ കഥ ഇങ്ങനല്ലല്ലോ. ഇനി ചേട്ടൻ പറയാൻ നിന്ന ഈ കഥയുടെ പോക്ക് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് ബാക്കി കഥ ഡയറക്ടറായ ഞാൻ പറയാം. നമ്മുടെ നായകൻ ജിമ്മിച്ചൻ തനിക്കുണ്ടായ കഷ്ടപ്പാടുകളെ ഓർത്ത് മാറിയിട്ടുണ്ടാവും എന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നമ്മുടെ പയ്യന് ഒരു മാറ്റവും വന്നിട്ടില്ല. പണ്ടത്തെ ചങ്ങരൻ തെങ്ങുമേ തന്നെ എന്ന അവസ്ഥയാണ് നായകനും. പക്ഷേ ഞാനിവിടെ പറഞ്ഞു വന്ന് വേറൊരു കാര്യമാണ്. നമ്മളെപ്പോഴും ഒന്നോർക്കണം. ഒരു വശത്ത് നമ്മുടെ ജിമ്മിയെ പോലെ ഭക്ഷണം പാഴാക്കുമ്പോൾ മറുവശത്ത് എത്രയോ പേര് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. അതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഈ സമൂഹം എത്ര ഭാഗ്യവാന്മാരാന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്ത് ഏകദേശം 295 മില്യൺ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളാൽ ഭക്ഷണം പാഴാക്കുന്നത് ഒഴിവാക്കുകയും നമ്മളാൽ കഴിയുന്നത് പോലെ വിശന്നിരിക്കുന്നവരുടെ ഒരു നേരത്തെ വിശപ്പകറ്റാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുണ്യം. അന്നദാനം മഹാദാനം.